ഇന്നിപ്പോൾ എൻ്റെ കയ്യിലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് വന്നേക്കുന്നത്. കളേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന, എന്നാൽ ട്രഡീഷണൽ പാറ്റേണിൻ്റെ വീവിങ് സ്റ്റൈൽസ് ഒക്കെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരി. സാരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പലരും ഉടുത്ത് നിൽക്കുന്ന സാരീസ് കാണാൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെയാണ് ആ സാരികളെക്കുറിച്ച് അറിയാനുള്ള നമ്മുടെ ആഗ്രഹവും. സൗത്തിനാണ് എപ്പോഴും കാഞ്ചീപുരം സാരീസ് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ഒത്തൻറ്റിക് സാരീസ് എന്ന് പറയുന്നത് തന്നെ ഹാൻഡ്ലൂം ആണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ നൂലിഴകളിലും കളേഴ്സ് കൈവച്ച് ഡോട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ വീവ് ചെയ്തെടുക്കുന്നതായ ഇക്കത്ത് പാറ്റേണിൽ വന്നേക്കുന്ന ട്രഡീഷണൽ കാഞ്ചീപുരം വീവിങ് സ്റ്റൈലിൽ വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇന്ന് അവൈലബിൾ ആക്കുന്നത്. കണ്ടോ, ഇത് ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള ക്രാഫ്റ്റ്മാൻഷിപ്പിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഈ സാരി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം. കണ്ടോ, ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. എന്താ യുണീക്നെസ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പിൽ തന്നെയാണ്. ഹാൻഡ് വർക്ക് ആണെങ്കിലും പെയിൻറ്റിങ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ ആ ഒരു ഭംഗി കൊടുക്കുന്നത് ഇതുപോലത്തെ വർക്കിലാണ്. ഇന്നിപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള പട്ട് സാരി നോക്കുന്നവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് 2 ഗ്രാം ഗോൾഡിൽ വീവ് ചെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി. പേർപ്പിൾ കളറിനകത്ത് ഓറഞ്ച് കളറിൻ്റെ ഒരു ടച്ച് കൊടുത്തിട്ടുള്ളൊരു ബോർഡർ ഡീറ്റെയിലിംഗ്. ക്ലോസറിലായിട്ട് നോക്കുകയാണെങ്കിൽ കുഞ്ഞു ഇൻട്രിഗേറ്റഡ് ആയിട്ടുള്ള ഹാൻഡ് വോവൻ ഡീറ്റെയിൽസാണ് ഈ സാരിയിൽ വന്നിട്ടുള്ളത്. ത്രൂ ഔട്ട് ദ സാരിയിൽ ആ ഒരു ഇക്കത്തിൻ്റെ വീവിങ് സ്റ്റൈൽ, എന്നാലും ആ ഒരു കണ്ടിന്യൂറ്റി ഒട്ടും പോകാതെ തന്നെ ആ ഒരു ലൈൻസിനകത്ത് ഫുൾ കളേഴ്സ് കൊടുത്തിരിക്കുന്നത്. ബേസ് കളറ് ടർക്കോയിഷ് ആണെങ്കിൽ അതിനകത്ത് പേർപ്പിളിൻ്റെ ഷെയ്ഡും ബ്ലൂവിൻ്റെ ഷെയ്ഡും ബ്രിക്ക് റെഡിൻ്റെ ഷെയ്ഡും മസ്റ്റേർഡ് യെല്ലോയുടെ ഷെയ്ഡും ഒരേപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. 1 ലെയർ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലപോലെ ഒതുക്കം കിട്ടുന്ന സാരിയാണ്. ഇത് കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടേ ഉള്ളൂ, എങ്കിലും നല്ല ഒതുക്കത്തോടു കൂടി നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. സാരികളിൽ ഏറ്റവും ഫൈനായിട്ടുള്ള സാരീസ് എന്ന് പറയുന്നത് എപ്പോഴും കാഞ്ചീപുരമാണ്. ഇനി ഇതിൻ്റെ പല്ലുവല്ലേ നമ്മളെല്ലാവരും മോസ്റ്റ് അവൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഇതുണ്ടോ, ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഹാൻഡ് വോവൻ പാറ്റേണിൽ ജോമെട്രിക്കൽ ഡിസൈൻസിൽ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പല്ലുവാണ് ഈ സാരീനെ ഡിഫറെൻ്റ് ആക്കിയിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പേർപ്പിളിഷ് കളറിനകത്ത് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൗസ്. അപ്പം ഈ സാരിയുടെ പ്രൈസ് റേഞ്ച് അല്ലേ 42,599 പ്രൈസ് റേഞ്ചിലാണ് ഹാൻഡ് വോവൺ ഇക്കത്ത് വീവിങ് പാറ്റേണിൽ വന്നിരിക്കുന്ന ട്രഡീഷണൽ കാഞ്ചീപുരം സാരി നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത് ഓരോന്നും ഭയങ്കര യുണീക്കായിട്ടുള്ള പീസസാണ്. മൾട്ടിപ്പിൾ പീസസ് ഒരിക്കലും അവൈലബിൾ ആക്കാൻ പറ്റില്ലാത്തതാണ്. ഇക്കത്ത് പാറ്റേൺ എന്ന് പറയുന്നത് തന്നെ ആ നൂലുകൾ ചെയ്യുന്നത് കാണുമ്പോഴാട്ടോ നമുക്ക് ഇതിൻ്റെയൊക്കെ ഏറ്റവും ഭംഗി അത്രയും ഇതായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഒരു ലുക്ക് നമ്മുടെ വെഡ്ഡിങ് കളക്ഷനിലോട്ട് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ സാരി കളക്ഷനിലോട്ട് ആഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രിവാൻഡ്രത്ത് ശാസ്ത്രമംഗലത്ത് നമ്മുടെ സ്റ്റോറിലോട്ട് വരിക. വെച്ച് നോക്കി ഡ്രേപ്പ് ചെയ്ത് നിങ്ങൾ കളർ ടോണിന് മാച്ച് ചെയ്യുന്നതാണെന്ന് നോക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ യുണീക്കായിട്ടുള്ള ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കാഞ്ചീപുരംസുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക് യു. അൺസ്റ്റിച്ചഡ് ആയിട്ട് വന്നേക്കുന്ന കുറച്ച് സൽവാർ സെറ്റ്, അതും ടസറിലാട്ടോ വന്നേക്കുന്നത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള യാൺസ് യൂസ് ചെയ്താണ് നമ്മൾ ടസേഴ്സ് ക്രിയേറ്റ് ചെയ്ത് തന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഒന്നും പറ്റാതെ തന്നെ ആ മെറ്റീരിയൽ കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ടസറിൽ ഇതൊരു യെല്ലോയിൻ്റെയും അതുപോലെ മജന്തയുടെയും കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു സൽവാർ സെറ്റാണ്. ടോപ്പിലേക്ക് നോക്കുമ്പോൾ ഒരു സ്ട്രൈപ്സ് ലുക്കിലുള്ള ഒരു ലൈൻസാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു യെല്ലോയുടെ തന്നെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ഡബിൾ ടോൺ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അത് ഒത്തിരി അറിയുന്നില്ല, ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ് ഡിഫറൻസേ വന്നിട്ടുള്ളൂ. ദെൻ ഇത് ദുപ്പട്ടയിൽ വരുമ്പോഴത്തേനും ഡബിൾ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ട ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ആഞ്ചൽ പോർഷനിലായിട്ട് നമ്മൾ ടോപ്പിൽ വരുന്ന ആ ഒരു സെയിം ഡീറ്റെയിലിംഗ് ആണ് ആഞ്ചൽ പോർഷനിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്ന സെറ്റൂളിൽ വന്നേക്കുന്ന ബോട്ടം SKH 108 എന്ന കോഡിലാണ് ഈ ഒരു സൽവാർ സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ള. 4499 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാട്ടോ. നമ്മളെ മെഹന്തി ഗ്രീനിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. സിമിലർ ഒരു ഫ്ലോറിൻ്റെ ഒക്കെ ഒരു ലുക്കാട്ടോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം, ഇല്ല ഈ ഒരു ഡിസൈൻ നമുക്ക് അപ്പർ പോർഷനിൽ നെക്കിൻ്റെ പോർഷനിൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ലുക്കിൽ. ദെൻ ഈ ഒരു പാറ്റേണിൽ വന്നേക്കുന്ന സെയിം ടസറിൽ തന്നെയാണ് ഈ ഒരു സൽവാർ സെറ്റ് വന്നേക്കുന്നത്.
ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ലുക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ദെൻ PV ബോട്ടം, ഈ ഒരു സെയിം ഷെയ്ഡിൽ വന്നേക്കുന്ന PV ബോട്ടം. HS 954 എന്ന കൂടുതലാണ് ഈ ഒരു സൽവാർ സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 5499 ആണ് പ്രൈസ് റേഞ്ച്. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു യെല്ലോയിൻ്റെ ആ ഒരു ലുക്കിലാട്ടോ വന്നേക്കുന്നത്. യെല്ലോയിൻ്റെയും ബ്ലൂവിൻ്റെയും ഒരു കോമ്പിനേഷൻ, ഭയങ്കര രസമുള്ള ഒരു കോമ്പിനേഷനാട്ടോ കാണാൻ. ഏതൊരു ഒക്കേഷനും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ്. നമുക്കിപ്പം ഒരു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനും നമുക്ക് പറ്റും. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം PVയിലാണ് വന്നേക്കുന്നത്. സെയിം ഷെയ്ഡിൽ തന്നെ വന്നേക്കുന്ന PV ബോട്ടം. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഗ്രേയിൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷൻ ആട്ടോ. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ടോളിൽ വന്നേക്കുന്ന. അതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലായിട്ട് ഒരു ഫ്ലോറൻ്റെ ഒരു ലുക്കാണ്, പ്രിൻറ്റഡ് ലുക്കിലാണ് വന്നേക്കുന്നത്. നമ്മുടെ പെയിൻറ്റഡ് ലുക്കിൽ വന്നേക്കുന്ന ഒരു ഫ്ലോറൽ. ദെൻ ഈ ഒരു സെയിം ഫ്ലോറൽ ലുക്ക് തന്നെയാണ് ദുപ്പട്ടയിലും വന്നേക്കുന്നത്. ദുപ്പട്ടയും ടസറിലാട്ടോ വന്നേക്കുന്നത്. PVയിൽ വന്നേക്കുന്ന സെയിം ഷെയ്ഡിൽ വന്നേക്കുന്ന ബോട്ടം. ഇതിൻ്റെ കോഡ് വരുന്നത് HS 863 5999 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ചെക്കിരൗഡ്. കറക്റ്റായിട്ട് പ്ലീറ്റ്സ് ഒക്കെ കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അധികം എഫേർട്ടൊന്നും എടുക്കാതെ തന്നെ കറക്റ്റായിട്ട് ആ ഒരു പ്ലീറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ടസർ ഫിനിഷിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. നമുക്കിപ്പം ഈ ഒരു പോർഷനിലും ചെസ്റ്റിൻ്റെ ആ ഒരു പോർഷനിലും നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വെയർ ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഒരു ബേജ് ഷെയ്ഡിനകത്ത് ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ്, അതിനകത്ത് തന്നെ ഒരു പിങ്കിൻ്റെയും പർപ്പിളിൻ്റെയും കോമ്പിനേഷനിൽ വന്നേക്കുന്ന കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ത്രൂ ഔട്ട് സാരി. ആ ചെസ്റ്റിൻ്റെ പോർഷനിലൊക്കെ ത്രൂ ഔട്ട് ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലും ലോവർ പോർഷനിലോട്ടാണ് ആ ഒരു ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ തിന്നായിട്ടുള്ള ഒരു സെറി ഡീറ്റെയിലിംഗ് ഒരു 1 ഇഞ്ച് വിത്തിലാണ് ആ ഒരു ലുക്ക് വന്നേക്കുന്നത്. അതുപോലെ അതിൻ്റെ അടുപ്പിച്ച് തന്നെ ഒരു സെറീൻ്റെ ഒരു സ്ട്രൈപ്സ് ലുക്കും കൂടി വന്നിട്ടുണ്ട്. സാരി ത്രൂ ചെക്ക് പാറ്റേണിലുള്ള ഒരു സെറി വേവിങ് സ്റ്റൈലാണ് കൊണ്ടുവന്നേക്കുന്നത്. പല്ലുവിലേക്ക് നോക്കുമ്പോൾ കുറച്ച് പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അതിനകത്തൊരു സ്ട്രൈപ്പ് സെറി ലുക്ക്, അതിന് ഈ ഒരു ഗ്രേ ടിൻറ്റോട് കൂടി വന്നേക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് വീവിങ് സ്റ്റൈൽ ഇതാട്ടോ നമ്മുടെ ബ്ലൗസ് പീസിൽ വന്നേക്കുന്നത്. ഈ ഒരു സെയിം വീവിങ് സ്റ്റൈലിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലും കൂടെയാണ് ഈ സാരി കൊണ്ടുവന്നിരിക്കുന്നത്. 2299 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. SHC 116 പ്രൈസ് കോഡിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള സാരി ചെക്കിരൗഡ്.